എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 23-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധേ ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരപി ഭ്രമമപാസ്യ ഗദ പദം തേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. നിസ്സംഭ്രമ, സംഭ്രമമില്ലാതെ. തു അയം, ഈ ചിത്രകേതുവാകട്ടെ. അയാചിത ശാപമോക്ഷ, ശാപമോക്ഷം പോലും യാചിക്കാതെ അല്ലെങ്കിൽ ആവശ്യപ്പെടാതെ. വൃത്രാസുരത്വം ഉപഗമ്യ, വൃത്രാസുരനായി ജനിക്കുകയും. സുരേന്ദ്രയോധി, ദേവേന്ദ്രനുമായി യുദ്ധം ചെയ്യുന്നതിനിടയിൽ. ഭക്ത്യാ, ഭക്തി നിമിത്തം. ആത്മതത്വകഥനൈ, ആത്മതത്വം ഉപദേശിക്കുകയും. ആർക്ക്? ദേവേന്ദ്രന്. വിചിത്രം, ഇത് ആശ്ചര്യം തന്നെ. എന്താ ആശ്ചര്യം തോന്നണേ? സമരേ, യുദ്ധത്തിനിടയിൽ. ശത്രോ അപി, ശത്രുവായ ഇന്ദ്രന് പോലും. ഭ്രമം അപാസ്യ, അജ്ഞാനം നീക്കി ഉപദേശം നൽകുക. തേ പദം ഗത, അതിനുശേഷം അദ്ദേഹം അങ്ങയുടെ പരമപദം പ്രാപിക്കുകയും ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ശപിക്കപ്പെട്ടതിൽ പരിഭ്രമമോ ശാപമോക്ഷത്തിന് ഉത്കണ്ഠയോ ഇല്ലാത്ത ചിത്രകേതു പിന്നീട് വൃത്രാസുരനായി ജനിക്കുകയും ദേവേന്ദ്രനുമായുള്ള യുദ്ധമധ്യേ ഭക്തിയും ആത്മതത്വവും ഉപദേശിച്ച് ഇന്ദ്രന്റെ പോലും മായാഭ്രമത്തെ തീർക്കുകയും ചെയ്തു. അവസാനം അങ്ങയുടെ ലോകത്തിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇന്ദ്രൻ വിശ്വരൂപനെ നിഗ്രഹിച്ചു. ക്രുദ്ധനായ ത്വഷ്ടാവ് പ്രതികാര മനോഭാവത്തോടെ യാഗം ചെയ്യുകയും യാഗകുണ്ഡത്തിൽ വൃത്രാസുരന്റെ രൂപത്തിൽ ചിത്രകേതു ജനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വൃത്രാസുരന്റെ ജനനം. അതായത് ഒന്നുകൂടി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ, പാർവതീദേവി ശപിച്ചുല്ലോ ചിത്രകേതുവിനെ. ആ ശാപം ഒന്നും കേട്ടിട്ടും ഒരു പരിഭ്രമവും അദ്ദേഹത്തിനുണ്ടായില്ല. സാധാരണ എല്ലാവരും ശപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ശാപമോക്ഷമൊക്കെ ചോദിക്കും. ഇവിടെ അത് സംഭവിച്ചില്ല. ആ ശാപം സന്തോഷത്തോടുകൂടി ചിത്രകേതു സ്വീകരിച്ചു. പിന്നീട് വൃത്രാസുരനായി ജനിക്കുകയും ചെയ്തു. ഈ ദശകത്തിൽ തന്നെ മുൻപ് വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ത്വഷ്ടാവ് നടത്തിയ ഹോമത്തിന്റെ അഗ്നിയിൽ നിന്നാണ് ചിത്രകേതു പിന്നീട് വൃത്രാസുരനായി ജനിക്കുന്നത്. വൃത്രനും ദേവേന്ദ്രനും തമ്മിൽ പിന്നീട് ഭയങ്കരമായ യുദ്ധമുണ്ടായി. ഈ യുദ്ധത്തിനിടയിൽ ശത്രുവായ ദേവേന്ദ്രനു പോലും ആത്മതത്വോപദേശം ചെയ്തു വൃത്രാസുരൻ. അതിനുശേഷമാണ് അദ്ദേഹം വൈകുണ്ഠം പ്രാപിച്ചത്. അതായത് ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഭഗവത് ഭക്തന്മാർക്ക് എത്ര വലിയ ശത്രുവായാലും അദ്ദേഹത്തെ കൂടി ആത്മോപദേശം നൽകി ഈശ്വരങ്കലേക്ക് എത്തിക്കണം എന്നായിരിക്കും ആഗ്രഹം. അതുകൊണ്ടാണ് ഇവിടെ ശാപമേറ്റിട്ടും യാതൊരുവിധ പരിഭ്രമവുമില്ലാതെ വൃത്രനായി ജനിക്കാൻ തയ്യാറാകുന്നതും ആ യുദ്ധമധ്യത്തിൽ ശത്രുവായ ദേവേന്ദ്രനു പോലും ആത്മതത്വം ഉപദേശിക്കുകയും ചെയ്യുന്നത്. ഈ കഥയ്ക്ക് പിറകിൽ മറ്റൊരു കഥയൂടിയുണ്ട്. ഈ ത്വഷ്ടാവിന്റെ പുത്രനായ വിശ്വരൂപൻ കുറച്ചു കാലം ദേവേന്ദ്രന്റെ പുരോഹിതനായി എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ആ വിശ്വരൂപന്റെ അമ്മ അസുരവർഗത്തിൽപ്പെട്ടവളായിരുന്നു.
അമ്മ വഴിക്ക് അസുരന്മാരോട് ചെറിയൊരു സ്നേഹം തോന്നി വിശ്വരൂപന്. അദ്ദേഹം എന്ത് ചെയ്തു? ഗൂഢമായി അവർക്കും കൂടി യജ്ഞഭാഗം കൊടുത്തു. ഈ വിവരമറിഞ്ഞ് ദേവേന്ദ്രന് കോപം വന്ന് വിശ്വരൂപനെ വധിച്ചു. ആ സമയത്ത് വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവ് കോപിച്ച് ഇന്ദ്രശത്രുവായ ഒരു പുത്രൻ ജനിക്കുവാൻ വേണ്ടി ഹോമം നടത്തുകയാണ്. പക്ഷേ ആ ഹോമമന്ത്രത്തിൽ സ്വരം മാറിയതിനാൽ ഇന്ദ്രന്റെ ശത്രുവായ പുത്രനല്ല, ഇന്ദ്രൻ ശത്രുവായ പുത്രനാണ് ജനിച്ചത്. അതാണ് വൃത്രാസുരൻ ഹോമാഗ്നിയിൽ നിന്നും ജനിച്ചു എന്ന് പറഞ്ഞത്. വൃത്രനെ ഇന്ദ്രൻ വധിക്കുകയും ചെയ്തു. സാധാരണ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് പോലെയല്ല മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ. അതുകൊണ്ടാണ് വേദമന്ത്രം ഒക്കെ ജപിക്കുമ്പോൾ സ്വരം ചേർത്ത് ജപിക്കണം എന്ന് പറയുന്നത്. സ്വരം മാറിക്കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും. ഇവിടെ വൃത്രാസുരനായി ജനിച്ചിട്ടും ചിത്രകേതു ഭക്തനായി മാറിയത് എങ്ങനെയാ? കഴിഞ്ഞ ജന്മത്തിൽ അത്രയും വലിയ വിഷ്ണു ഭക്തനായിരുന്നു ചിത്രകേതു. അന്നത്തെ ആ വിഷ്ണു ഭക്തിയാണ് ഇപ്പോൾ യുദ്ധമധ്യത്തിൽ ശത്രുവിനു പോലും ആത്മതത്വോപദേശം ചെയ്യാനുള്ള മനസ്സ് ഇദ്ദേഹത്തിന് വരുത്തിയത്. ഈ ദശകത്തിലെ 8ഉം 9ഉം ശ്ലോകങ്ങളും 10ാമത്തെ ഈ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗവും ഭാഗവതത്തിലെ 17ാം അധ്യായത്തിൻ്റെ സംഗ്രഹമാണ്. ഒടുവിലുള്ള വൃത്രന്റെ കഥ മുമ്പ് 9 മുതൽ 4 അധ്യായങ്ങളിൽ വിസ്തരിച്ചു വർണ്ണിച്ചിട്ടും ഉണ്ട് ഭാഗവതത്തിൽ. ഹരേ കൃഷ്ണ.